നന്നായിട്ടുണ്ട്. വെറുതെ നന്നായി എന്ന് പറഞ്ഞ പോരാ, പാറുവിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമയിലെ നായികയാക്കി വിടാം. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ഇങ്ങോട്ട്? ഇവിടുന്ന് ഇനി എങ്ങോട്ട് പോവാനാ? ഇവിടെ നിന്നാ മതിയോ? എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. ഇപ്പൊ ഇറങ്ങിയ 1 മണിക്കൂറിൽ നമുക്ക് വീട്ടിലെത്താം. അതിന് ആരെന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നേ? നമ്മളിന്ന് ഹോട്ടലിൽ നിന്നല്ലേ കഴിക്കുന്നേ? അങ്ങനെ പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ? അതൊക്കെ ശരിയാ, പക്ഷെ ഇവിടെ കുറെ നേരമായില്ലേ, ഇനി വീട്ടിൽ പോകുന്നല്ലേ നല്ലത്. നമ്മളിപ്പോ തിരികെ പോകുന്നില്ല. പ്ലാൻ ചെയ്ത പോലെ ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ച് സിനിമയും കണ്ട് ബീച്ചിലും പോയിട്ടേ തിരികെ പോകുന്നുള്ളൂ. അതൊക്കെ വേണോ? വേണം. ഇത് എന്റെ കൈവശമുള്ള 150 ഏക്കറിന്റെ ആധാരവാ. ഇത് വാങ്ങാനായി ഇപ്പൊ ഒരു പാർട്ടി വന്നിട്ടുണ്ട്. അവർക്ക് ഈ വസ്തു ഏതോ മറ്റേ ഡിസ്റ്റിലറിയോ അങ്ങനെ എന്തോ തുടങ്ങാൻ വേണ്ടിട്ടാ ചോദിക്കുന്നേ. അല്ല, ഒന്നെങ്കിൽ എനിക്കിത് അവർക്ക് വിൽക്കാം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ എനിക്ക് പാർട്ണർ ആവാം. അതിനു വേണ്ടിട്ടാ ഞാൻ ഈ പ്രമാണം എടുത്ത് നോക്കിയത്. അപ്പോ എനിക്ക് ചില സംശയങ്ങൾ തോന്നി, അതുകൊണ്ടാ വക്കീലിനോടൊന്ന് വരാൻ പറഞ്ഞേ. എന്താ സംശയം? അല്ല, എനിക്ക് ഈ വസ്തുവെ ക്രയവിക്രയം ചെയ്യാൻ പറ്റുമോന്ന് ഒന്ന് അറിയണം. വസ്തു മുതലാളിയുടെ പേരിലല്ലേ, പിന്നെന്താ സംശയം? അങ്ങ് ആദ്യം ഇതൊന്ന് വായിച്ചു നോക്ക്. മുതലാളി, ഈ വസ്തുവില് മുതലാളിക്കായിട്ട് ഒന്നും ചെയ്യാനാവില്ലല്ലോ. ഇത് ഗിരിയുടെ അവന്റെ പെങ്ങന്മാരുടെ പേരിലുള്ള വസ്തുവല്ലേ? ഇത് വിൽക്കാനും കൈമാറ്റം ചെയ്യാനും മുതലാളിക്ക് സാധിക്കില്ല. ഈ വസ്തുവിന്റെ പേരിൽ എന്ത് ഇടപാട് നടത്തണമെങ്കിലും ഗിരിയുടെയും പെങ്ങന്മാരുടെയും ഒപ്പം നിർബന്ധമാണ്. ആലുങ്കപ്പെടുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയല്ലോ മുതലാളി. ക്ഷമിക്കണം. അണ്ണാ, ഈ പാവത്തിനെ കൊല്ലാനാണോ നമ്മൾ 3 പേരും വന്നത്? ഇവനെ മാത്രമല്ല, ആ അവളെയും തട്ടണം. അതാണ് നമ്മുടെ കൊട്ടേഷൻ. എന്താ കുഞ്ഞി? മോള് പോയി കളിച്ചോ, കേട്ട് വിടുന്നോളാം. അത് പറ്റില്ല, ഏട്ടൻ കൊറേ നേരമായിട്ട് ഇവിടെ ഇരിക്കല്ലേ. വാ.
വേണ്ട വേണ്ടെന്ന്. വാന്ന് ഏട്ടാ ഇവിടെ നിൽക്ക്. ഇവിടെ നിന്ന് നല്ലേ. ഉണങ്ങി നിൽക്കോ. ആ